ഒന്ന് ദിനവൃത്താന്തം അധ്യായം 1. ആദം മുതൽ അബ്രാഹം വരെ. ആദം, സേത്, എനോഷ്, കേനാൻ, മഹ്ലാലേൽ, യാരെദ്, ഹെനോക്, മെത്തുസെലഹ്, ലാമെക്, നോഹ, ഷേം, ഹാം, യാഫെത്ത്. യാഫെത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, തീഫാത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തീം, റോദാനീം. ഹാമിന്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്, കാനാൻ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സബ്തെക്ക. റാമായുടെ പുത്രന്മാർ ഷെബ, ദെദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രുസീം, കസ്ലൂഹീം, കഫ്തോറീം എന്നിവർ ജാതരായി. കഫ്തോറീം ആണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേർ ദ്വിതീയനും ആയിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഖേദർ, മെഷക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷേലാഹിന്റെയും ഷേലാഹ് ഏബറിന്റെയും പിതാവാണ്. ഏബറിന് പേലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താന്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഹ്, ഹസർമാവെത്ത്, യാറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫിർ, ഹവില, യോബാബ്, ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പേലഗ്, റവു, സെറൂഖ്, നാഹോർ, തേരഹ്. അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രാഹത്തിന്റെ സന്തതികൾ. അബ്രാഹത്തിന്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര. ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്. കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ബൂമ, മാസ, ഹദാദ്, തേമ, യത്തുർ, നഫിഷ്, കേദെമ ഇവരും ഇസ്മായിലിന്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തുറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവാ. യോക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദെദാൻ. മിദിയാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്, അബീദ, എൽദ. ഇവർ കെത്തുറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവാണ്. ഇസഹാക്കിന്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിന്റെ പുത്രന്മാർ എലിഫാസ്, റഹുവേൽ, യവൂഷ്, യാലാം, കോറഹ്. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കെനസ്, തിമ്ന, അമലേക്. റവുവേലിന്റെ പുത്രന്മാർ നഹദ്, സേറഹ്, ഷമ്മ, മിസ. സെയറിന്റെ പുത്രന്മാർ ലോഥാൻ, ഷോഭാൽ, സിഭയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോതാന്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോതാന്റെ സഹോദരിയാണ് തിമ്ന. ഷോഭാലിന്റെ പുത്രന്മാർ അലിയാൻ, മനഹദ്, ഏബാൽ, ഷെഫി, ഓനാം. സിഭയോന്റെ പുത്രന്മാർ അയ്യ, ആന. ആനായുടെ പുത്രനാണ് ദീഷോൻ. ദീഷോന്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസ്രന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാന്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയോറിന്റെ മകൻ ബേല. ഇവൻ ദിൽഹാബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിനു ശേഷം ബൊസ്രക്കാരനായ സേറഫിന്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി.
ഹൂഷാമിന്റെ മരണത്തിനു ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിദ് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിനു ശേഷം മസ്രേക്കാരൻ സംല രാജാവായി. സംലായ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസഹാബിന്റെ പൗത്രിയും മാത്രദിന്റെ പുത്രിയുമായ മെഹത്താബെൽ ആയിരുന്നു അവന്റെ ഭാര്യ. ഹദാദിന്റെ മരണത്തിനു ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യഥേദ്, ഒഹോലിഭാമ, ഏല, പീനോൻ, കെനസ്, തേമാൻ, മിത്സാർ, മഗ്ദിയേൽ, ഈറാം ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. അധ്യായം 2. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബ്ലൂൺ, ദാൻ, ജോസഫ്, ബഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ഷുവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രാൻ, ഹാമുൽ. സേറഹിന് സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽഖോൽ, ദാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഖാർ കർമ്മിയുടെ പുത്രനാണ്. ഏഥാന്റെ പുത്രനാണ് അസ്രിയ. ഹെസ്രാന്റെ പുത്രന്മാർ യരഹമേൽ, റാം, കെലുഭായ്. റാം അമിനാദാബിന്റെയും അമിനാദാബ് യൂദാ ഗോത്രത്തിന്റെയും നേതാവായ നഹ്ഷോന്റെയും പിതാവാണ്. നഹ്ഷോൻ സൽമയുടെയും സൽമ ബോവാസിന്റെയും ബോവാസ് ഓബെദിന്റെയും ഓബെദ് ജെസ്സയുടെയും പിതാവാണ്. ജെസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നഥനേൽ, രദ്ദായ്, ഓസേം, ദാവീദ്. സെറുയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായേലിനായ യഥറായിരുന്നു അവന്റെ പിതാവ്. ഹെസ്രാന്റെ മകനായ കാലബിന് ഭാര്യയായ അസുഭായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷർ, ഷോബാബ്, അർദോൻ. അസുഭായുടെ മരണത്തിനു ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിന്റെയും പിതാവായി. ഹെസ്രാൻ 60-ാം വയസ്സിൽ ഗിലെയാദിന്റെ പിതാവായ മാഖീറിന്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഖൂബ് ജനിച്ചു. സെഖൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഹാവോത്തും കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിന്റെ പിതാവായ മാഖീറിന്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രാന്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിന്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു. അവളിൽ അവന് അഷ്ഹൂർ ജനിച്ചു. അഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രാന്റെ ആദ്യജാതനായ യറഹ്മേലിന്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും ബൂന, ഓരൻ, ഓസെം, അഹിയ എന്നിവരും. യറഹ്മേലിന് അഥാറ എന്നു വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യറഹ്മേലിന്റെ ആദ്യജാതനായ റാമിന്റെ പുത്രന്മാർ മാസ്, യാമിൻ, എക്കർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിന്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിന്റെ പുത്രന്മാർ സേലത്ത്, അഫായിം. സേലത്ത് മക്കളില്ലാതെ മരിച്ചു. അഫായിമിന്റെ പുത്രനാണ് യിഷി. യിഷിയുടെ പുത്രൻ ഷേഷാൻ. ഷേഷാന്റെ പുത്രൻ അഹ്ലായ്. ഷമ്മയുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ, ജോനാഥൻ. യഥർ മക്കളില്ലാതെ മരിച്ചു.
ജോനാഥാന്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യറഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യയർഹ എന്ന ഒരു ദാസനുണ്ടായിരുന്നു. ശേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാന്റെയും നാഥാൻ സാഭാദിന്റെയും പിതാവാകുന്നു. സാഭാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബെദും ജനിച്ചു. ഓബെദ് യേഹുവിന്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായി ഷല്ലൂമിന്റെയും പിതാവാണ്. ഷല്ലൂമിന് യക്കാമിയായും യക്കാമിയായ്ക്ക് എലിഷാമായും ജനിച്ചു. യറഹ്മേലിന്റെ സഹോദരനായ കാലബിന്റെ ആദ്യജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷായുടെ പുത്രൻ ഹെബ്രോൺ. ഹെബ്രോണിന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റെഖേം, ഷേമ. ഷേമ റാഹാമിന്റെയും അവൻ യോർക്കെയാമിന്റെയും പിതാവാണ്. റഖേം ഷമ്മായുടെ പിതാവാണ്. ഷമ്മായുടെ പുത്രൻ മാവോൻ. മാവോന്റെ പുത്രൻ ബത്സൂർ. ഹാരാൻ, മോസ, ഗാസേസ് എന്നിവർ കാലബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. കാസേസിന്റെ പിതാവാണ് ഹാരാൻ. യഫ്ദായുടെ പുത്രന്മാർ രേഖം, യോധാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷാഹ്. മാഖ എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഹ്, മഗ്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു. കാലബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലബിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാത്ത് യെയാറിമിന്റെ പിതാവ് ഷോഭാൽ. ബെത്ലഹേമിന്റെ പിതാവായ സൽമ. ബെത്ഗാദറിന്റെ പിതാവ് ഹാരെഫ്. അർദ്ധമെനുഹോത്യർ, ഹരോവെ എന്നിവർ കിര്യാത്ത് യെയാറിമിന്റെ പിതാവായ ഷോഭാലിന്റെ വംശത്തിൽപ്പെടുന്നു. കിര്യാത്ത് യെയാറിമിന്റെ കുലങ്ങൾ ഇത്യരർ, പുത്യർ, ഷുമാത്യർ, മിശ്രായർ. ഇവരിൽ നിന്ന് സൊറാത്യരും എഷ്താവോല്യരും ഉത്ഭവിച്ചു. ബെത്ലഹേം, നെതോഹാത്യർ, അത്രോത്ബത് യോവാബ്, അർദ്ധമനഹാത്യർ, സോര്യർ എന്നിവർ സൽമ വംശജരാണ്. യാബേസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തിരാത്യർ, ഷിമയാത്യർ, സുഖാത്യർ. രേഖാബ് കുടുംബത്തിന്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. അധ്യായം 3. ദാവീദിന്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ചു ദാവീദിന് ജനിച്ച പുത്രന്മാർ. ആദ്യജാതൻ അമ്നോൻ ജസ്രൽക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ കാർമൽക്കാരി അബിഗായിലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു. നാലാമൻ അധോനിയ ഹഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ. ആറാമൻ ഇത്രയാം ജനിച്ചു. ഹെബ്രോണിലെ 7.5 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ, ഷോബാബ്, നാഥാൻ, സോളമൻ എന്നീ 4 പേർ. അമ്മിയേലിന്റെ മകളായ ബത്ഷൂവ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലിഷാമ, എലിഫെലത്ത്, നോഗ, നേഫക്, യാഫിയ, എലിഷാമ, എലിയാദ, എലിഫേലത്ത് ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്കു താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. സോളമന്റെ സന്തതികൾ തലമുറക്രമത്തിൽ റഹോബോവാം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോദാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, ആമോൻ, ജോസിയ. ജോസിയായുടെ പുത്രന്മാർ ആദ്യജാതർ യോഹന്നാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ഷല്ലൂം. യഹോയാക്കീമിന്റെ മകൻ യക്കോണിയ, അവന്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യാക്കോണിയയുടെ പുത്രന്മാർ ഷെലാത്തിയേൽ,
മൽക്കീരാം, പെദായ, സെനാസർ, യക്കാമിയ, ഹോഷാമ, നെഥബിയ. പെദായായുടെ പുത്രന്മാർ സെറുബാബേൽ, ഷിമെയി. മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ്. ഷെലോമിത് അവരുടെ സഹോദരി. ഹഷൂബ, ഓഹെൽ, ബറഖിയ, ഹസാദിയ, യശബാഹെസദ് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയായുടെ പുത്രന്മാർ പെലത്തിയ, ഏശയ. ഏശയായുടെ പുത്രൻ റഫായ, റഫായായുടെ പുത്രൻ അർനാൻ, അർനാന്റെ പുത്രൻ ഒബാദിയ, ഒബാദിയായുടെ പുത്രൻ ഷെഖാനിയ, ഷെഖാനിയായുടെ പുത്രൻ ഷെമായ, ഷെമായായുടെ പുത്രന്മാർ ഹത്തൂഷ്, ഈഗാൽ, ബറിയ, നെയാറിയ, ഷാഫാത്ത്. ഷെഖാനിയായ്ക്ക് ആകെ 6 പേർ. നെയാറിയായുടെ പുത്രന്മാർ എലിയോവേനായ്, ഹിസ്കിയ, അസ്രിക്കാം ഇങ്ങനെ 3 പേർ. എലിയോവേനായുടെ പുത്രന്മാർ ഹോദാവിയ, എലിയാഷീബ്, പെലായ, അഖൂബ്, യോഹനാൻ, ദലായ, അനാനി ഇങ്ങനെ 7 പേർ. അധ്യായം 4. യൂദായുടെ മറ്റു സന്തതികൾ. യൂദായുടെ മറ്റു പുത്രന്മാർ പേരസ്, ഹെസ്രാൻ, കർമ്മി, ഹൂർ, ഷോബാൽ. ഷോബാലിന്റെ പുത്രൻ റയായാഹത്തിന്റെ പിതാവാണ്. യാഹത്തിന്റെ പുത്രന്മാർ അഹുമായി, ലാഹാദ്. ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ. ഏദാമിന്റെ പുത്രന്മാർ യസ്രൽ, ഇഷ്മ, ഇബ്ബാഷ്, ഹസേൽ, എൽപോനി ഇവരുടെ സഹോദരി. ഗദോറിന്റെ പിതാവ് പെനുവേൽ. ഹൂഷായുടെ പിതാവ് ഏസർ. ബെത്ലഹമിന്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിന്റെ പുത്രന്മാരാണ് ഇവർ. തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല, നാര എന്നീ 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമേനി, ഹാഹഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ സേരത്ത്, ഇസ്ഹാർ, എത്നാൻ എന്നിവരും ജനിച്ചു. ആനൂബ്, സൊബേബ എന്നിവരും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുടുംബങ്ങളും കോസിന്റെ സന്തതികളാണ്. യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീറിന്റെ പിതാവും മെഹീർ എഷ്തോന്റെ പിതാവുമാണ്. എഷ്തോന്റെ പുത്രന്മാർ ബത്രാഹ, പാസേയാഹ്, ഈർണഹാഷിന്റെ പിതാവായ ദെഹിന്ന. ഇവർ റേഖ നിവാസികളാണ്. കെനസിന്റെ പുത്രന്മാർ ഒത്നിയേൽ, സെറായ. ഒത്നിയേലിന്റെ പുത്രന്മാർ ഹദദ്, മെയോനോഥായ്. മെയോനോഥായ് ഓഫ്രയുടെ പിതാവ്. യോവാബിന്റെ പിതാവാണ് സെറായ. കരകൗശല വേലക്കാരാകയാൽ ഗഹർഷിം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യഫുന്നയുടെ മകനായ കാലബിന് ഈരു, ഏല, നാം എന്നിവരും ഏലാക്ക് കെനസും ജനിച്ചു. യഹല്ലലേലിന്റെ പുത്രന്മാർ സിഫ്, സീഫ, തെറിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യഥർ, മേരദ്, ഏഫർ, യാലോൻ. മേരദ് ഫറവോയുടെ മകളായ ബിരിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായി, എഷ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജനായ ഒരു ഭാര്യയും മെരേദിനുണ്ടായിരുന്നു. ഇവൾ ഗദോറിന്റെ പിതാവായ യേരദ്, സോക്കോയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യഹൂദിയേൽ എന്നിവരുടെ മാതാവാണ്. നഹമിന്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമ്മ്യനായ കെയിലായുടെ പിതാക്കന്മാരും മാക്കാഥ്യനായ എഷ്തെമോവായും ഇവളുടെ പുത്രന്മാരാണ്. ഷിമോന്റെ പുത്രന്മാർ അംനോൻ, റിന്ന, ബൻ ഹാനാൻ, തീലോൻ. ഈശയുടെ പുത്രന്മാർ സോഹേദ്, ബൻ സോഹേദ്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ ഏർ, മരേഷായുടെ പിതാവായ ലാദ, ബേദ്, അഷ്ബെയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ. യോക്കീം. കൊസേബ നിവാസികൾ യോവാഷ് മൊവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത
സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായിം, ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. ഷിമയോന്റെ സന്തതികൾ. ഷിമയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമിൻ, യാരീബ്, സേറഹ്, സാവൂൾ. സാവൂളിന്റെ പുത്രൻ ഷല്ലൂം, അവന്റെ പുത്രൻ മിബ്സാം, അവന്റെ പുത്രൻ മിഷ്മ, മിഷ്മായുടെ പുത്രൻ ഹമുവേൽ, അവന്റെ പുത്രൻ സഖൂർ, അവന്റെ പുത്രൻ ഷിമേയി. ഷിമേയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു. യൂദാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു വരികയുമില്ല. അവർ ബെർഷെബ, മൊലാദ, ഹസാർ ഷുവാൽ, ബിൽഹ, ഏസം, തോലാദ്, ഭദുവേൽ, ഹോർമ, സിക്ലാഹ്, ബേത് മർഖാബോത്ത്, ഹസർ സൂസീം, ബേത് ബിരി, ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏഥാം, ഐൻ, റിമ്മോൻ, തോഖെൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ. മെഷോഭാബ്, യംലേക്, അമസിയായുടെ മകൻ യോഷ, ജോയൽ, അസിയേലിന്റെ പുത്രനായ സറായായുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യേഹു, എലിയോവേനായി, യാക്കോബ, യഷോഹിയ, അസായ, അദിയേൽ, യസിമിയേൽ, ബനായ, അല്ലോന്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസാം. അല്ലോൻ യദായായുടെയും യദായ ഷിമ്രിയുടെയും ഷിമ്രി ഷെമായുടെയും പുത്രനാണ്. ഇവർ തങ്ങളുടെ കുലങ്ങൾക്കു നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു വരികയും ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗോദോറിന്റെ കവാടം വരെ എത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു. മേൽ പറഞ്ഞവർ യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയൂന്യരെയും അവരുടെ കൂടാരങ്ങളെയും നിശ്ശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്കു മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിമിയോൻ ഗോത്രത്തിൽപ്പെട്ട 5 പേർ സെയിർ മലമ്പ്രദേശത്തേക്ക് ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്യരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു.
അധ്യായം 4.